CC മുകുന്ദൻ MLA CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി പറയുന്നത് പോലെ പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തൃശൂർ CPIയിലെ ഭിന്നതയിൽ മുകുന്ദനെ കൂടിക്കാഴ്ചയ്ക്കായി ബിനോയ് വിശ്വം വിളിപ്പിച്ചിരുന്നു. തനിക്ക് പറയാനുള്ളത് പറഞ്ഞുവെന്ന് CC മുകുന്ദൻ പറഞ്ഞു. എന്റെ പാർട്ടിയിലെ CPI അതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. എൻ്റെ പാർട്ടി പറഞ്ഞ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഞാൻ നടപ്പിലാക്കുന്ന എൻ്റെ പണി. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ്. അന്ന് ഈ ജില്ലാ സമ്മേളനത്തിൽ നിന്നൊക്കെ ഇറങ്ങി അതിനൊക്കെ ശാശ്വതമായ പരിഹാരം മുഴുവൻ പാർട്ടി കണ്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകുത്തരേ ഉള്ളൂ. ഇതിപ്പോ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഒരു അല്ല, അതൊക്കെ പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറയാൻ പറ്റില്ലല്ലോ. ഒന്നും എന്റെ പാർട്ടി പറഞ്ഞ കാര്യങ്ങളുണ്ട്. പാർട്ടിയെ വിശ്വസിക്കുകയാണ്. പിന്നെ സെക്രട്ടറി ഇവിടെ ഉണ്ട്. പാർട്ടിയെ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം എന്റെ പാർട്ടി പറയുന്ന മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതന്നെ എന്റെ പാർട്ടിയാണ്. അപ്പൊ അതല്ല വേറെ ഒന്നും പറയാനായിട്ട് പാർട്ടി എന്താണോ പറയുന്നത് അംഗീകരിക്കും. അങ്ങനെ അത്ര തന്നെ. അതിന് ചില നിർബന്ധങ്ങൾ അവരുണ്ടാക്കിയിട്ട് ആ നിർബന്ധം മുന്നോട്ട് പോകും. എന്തെങ്കിലും ഒരു തുടർ നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പാർട്ടിക്കാരനാണ്. മറ്റേ പാർട്ടി സെൻട്രൽ പാർട്ടി എന്ന നിലയിൽ എന്തായാലും അത് പാർട്ടി എടുക്കുന്ന തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റെ മനസ്സിലുണ്ട്. അത് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ വ്യത്യസ്തമായിട്ടുള്ള ആ മൊഴിയുണ്ടല്ലോ, അതിൽ നിന്ന് മാറ്റം വരുത്തുന്നുണ്ടോ? അത് ആ തീരുമാനം അതൊക്കെ പാർട്ടി എന്താ പറയണെങ്കിൽ അത് ചെയ്യും. അതാണ് എന്റെ പാർട്ടിന്നത്. വേറെ വ്യത്യസ്തമായ സമയമൊന്നുമില്ല. സൈഫ്, ഈ മുകുന്ദന്റെ ഇഷ്യൂ സെറ്റിൽ ചെയ്തോ സംസ്ഥാന സെക്രട്ടറി? അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് ഏതാണ്ട് ഒരു പരിഹാരത്തിന്റെ മോഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നിഷാദ്. അദ്ദേഹം ഉന്നയിച്ചത് ഗൗരവമായ പരാതിയായിരുന്നു. കാരണം തന്റെ PA അത് പാർട്ടി നിയോഗിച്ച ആളാണ്. പാർട്ടി നിയോഗിച്ച ആൾ തന്റെ ഒപ്പ് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് പണം തട്ടാൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ള പരാതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനെതിരെ മൊഴി കൊടുക്കരുത് എന്നുള്ള ആവശ്യം, പാർട്ടിയുടെ ആവശ്യം അദ്ദേഹം അംഗീകരിക്കാതെ പോലീസിന് മൊഴി കൊടുത്തു എന്നുള്ളതൊക്കെയാണ് തൃശ്ശൂരിലെ പാർട്ടിക്ക് പ്രശ്നമായി തോന്നിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സിക്യൂട്ടീവ് പുതിയ കൗൺസിൽ രൂപീകരണത്തിലും മറ്റും അദ്ദേഹത്തെ ഒഴിവാക്കുകയും അദ്ദേഹം തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. ഇത് പാർട്ടിക്ക് ഗുരുതരമായ ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഒരു MLA കാണാൻ പാർട്ടി വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം CPI നേതൃത്വത്തിനുണ്ട്. അങ്ങനെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നാട്ടിക MLA ആയ CC മുകുന്ദനെ പാർട്ടി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ഇന്ന് രാവിലെ കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് കൂടിക്കാഴ്ച നടത്തിയത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്നതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വരും സമയങ്ങളിൽ കിട്ടുമായിരിക്കാം. എന്തായാലും ആ പ്രശ്നം പരിഹരിക്കണം. PAയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പാർട്ടി വിട്ടുപോകരുത് എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടാകാം. CC മുകുന്ദൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തന്നെ BJPയും കോൺഗ്രസും എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്, CITU എല്ലാം ക്ഷണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വത്തിനോടുള്ള അതൃപ്തി കൂടിയാണ് അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്തത്. ഈ പ്രശ്നപരിഹാരത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തെ കൗൺസിലിൽ മറ്റും വീണ്ടും ഉൾപ്പെടുത്തുമോ തുടങ്ങിയ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത് CC മുകുന്ദൻ തൃശ്ശൂരിലെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട വലിയ വിഭാഗീയതയുടെ ഒരു പ്രധാനപ്പെട്ട ഐക്കണായിരുന്നു. അല്ലെങ്കിൽ അതിർത്തിയുടെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തല്ലോ. അപ്പം തനിക്ക് തന്നെ കുഴപ്പത്തിലാക്കിയ ആളെ പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നമൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കൂടിക്കാഴ്ച നടത്തുകയും അതിൽ ചില പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതിൽ അദ്ദേഹം സന്തുഷ്ടനാണെന്നാണ് നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എൻ്റെ പാർട്ടി എന്ന് അദ്ദേഹം വികാരാവേശത്തോടെ പറയുന്നത് കാണുന്നു. അത് പരിഹരിച്ചു കാണുന്നതാണ് സേഫും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം.